മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ അനുവാദമുള്ള ശറഇൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ആമുഖങ്ങളില്ലാതെ നേർക്ക് നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മരണപ്പെട്ടുപോയ സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥന തന്നെയാണ്. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വരുന്ന ആളുകൾ, യഖൂലൂന, അവർ പറയും, റബ്ബന ഗഫിർ ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, വലി ഇഖ്വാനിനല്ലദീന സബഖൂന ബിൽ ഈമാൻ, സത്യവിശ്വാസികളിൽ ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയ നേരത്തെ മുൻകടന്നവരും ജീവിച്ചിരിക്കുന്നവരാകട്ടെ അതേപോലെ തന്നെ മരണപ്പെട്ടു പോയവരാകട്ടെ, രണ്ടാണെങ്കിലും സത്യവിശ്വാസത്തിൽ ഞങ്ങളെ മുൻകടന്നു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരണമേ റബ്ബേ എന്ന പ്രാർത്ഥന. ഈ ആയത്ത് ധാരാളം മുഫസ്സിരീങ്ങൾ അതിൻ്റെ തഫ്സീറിൽ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം, മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനത്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്നതിനുള്ള തെളിവാകുന്നു ഈ ആയത്ത്. അതേപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യത്തെ ഈ വചനം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള പാപമോചന പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മയ്യിത്ത് നമസ്കാരമാണ്. നമുക്കൊക്കെ അറിയാം, വിശ്വാസിയായ ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിനു വേണ്ടിയുള്ള നമസ്കാരം എന്നത് ഫർദു കിഫായയാണ്. ഒരു സമൂഹത്തിൽ ഏതെങ്കിലും ആളുകൾ അത് ചെയ്തിരിക്കണം, ഇല്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാരായി തീരുന്ന ഫർദിനാണ് ഫർദു കിഫായ എന്ന് പറയുന്നത്. എന്നാൽ ആരെങ്കിലും അത് നിർവഹിച്ചാൽ ബാക്കിയുള്ളവർ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട നമസ്കാരമാണ് മയ്യിത്ത് നമസ്കാരം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ മകൻ മരണപ്പെട്ട ഒരു സന്ദർഭത്തിൽ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി എത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം അന്വേഷിക്കുകയാണ്. അപ്പോൾ പറയപ്പെട്ടു, ഏകദേശം ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, 40 ആളുകളുണ്ടോ? അപ്പോൾ പറഞ്ഞു, അതെ 40 ആളുകളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ മയ്യത്തിനെ നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുല ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅൻ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ. ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ 40 ആളുകൾ, അതും എങ്ങനെയുള്ളവർ? ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത 40 ആളുകൾ ആ മയ്യത്തിനു വേണ്ടി ജനാസ നമസ്കരിച്ചാൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ, അവരുടെ ഷഫാഅത്ത്, അവരുടെ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ മയ്യത്ത് നമസ്കരിച്ചാൽ അതിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത 40 ആളുകൾ ആ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഷഫാഅത്ത്, ആ വ്യക്തിക്ക് വേണ്ടിയുള്ള ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, മാ മിൻ മയ്യിത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തുൻ മിനൽ മുസ്ലിമീന യബ്ലുഗൂന മിഅതൻ കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശുഫിഉ ഫീ. മുസ്ലിം ഉമ്മത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ വ്യക്തിക്ക് വേണ്ടി ഏകദേശം 100 ആളുകൾ മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് അവർ നടത്തുന്ന ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഇസ്തിഗ്ഫാറിൻ്റെ രൂപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മയ്യിത്ത് നമസ്കാരം എന്ന് നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് ഖബറിൽ വെച്ച് തീർച്ചയായും മരണപ്പെട്ടു പോയ ആളുകളെ 2 മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യും. മുൻകർ നക്കീർ വന്നുകൊണ്ട് ചോദ്യം ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മയ്യത്ത് മറമാടുന്ന സന്ദർഭത്തിൽ അവിടെ കൂടിയിട്ടുള്ള ആളുകൾ മയ്യത്തിനു വേണ്ടി തസ്ബീത്തിനെ ചോദിക്കുവാനും
പാപമോചനം തേടുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിജിനാസത്തിൻ ഇൻദ ഖബ്രിൻ വസാഹിബുഹു യുദ്ഫനു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിൻ്റെ അടുത്തുകൂടി നടന്നു പോവുകയാണ്. അപ്പോൾ ആ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ആളുകൾ എന്ത് ചെയ്യുകയാണ്? ദഫൻ ചെയ്യുകയാണ്, ഖബറടക്കുകയാണ്. ആ സമയത്ത് ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, നിങ്ങളുടെ സഹോദരന് നിങ്ങൾ പാപമോചനം തേടണം. വസലുല്ലാഹ ലഹു തസ്ബീത്ത്, നിങ്ങൾ അദ്ദേഹത്തിന് തസ്ബീത്തിനെ തേടണം. അല്ലാഹുമ്മ സബ്ബിത് ലഹു ഇൻദ സുആൽ, അള്ളാഹുവെ ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് തസ്ബീത്ത് നൽകണേ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഫഇന്നഹുൽ ആന യുസ്അലു, കാരണം ആ വ്യക്തി ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മുൻകർ നക്കീർ ആ വ്യക്തിയെ തീർച്ചയായും ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കണം. അപ്പോൾ ഖബറടക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും ഖബറടക്കി കഴിഞ്ഞാലും തസ്ബീത്തിനെ ചോദിക്കുക. മലക്കുകൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാനുള്ള ഒരു ദൃഢതയും സ്ഥൈര്യവും ധൈര്യവും നൽകുവാൻ വേണ്ടി ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതോടൊപ്പം ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നു. ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്തി വഖഫ അലൈഹി ഫഖാൽ ഇസ്തഗ്ഫിറൂ ലി അഖീക്കും വസലൂ ലഹു ബിത്തസ്ബീതി ഫഇന്നഹുൽ ആന യുസ്അൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ ദഫൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഖബറിൻ്റെ അടുത്ത് പ്രവാചകൻ നിൽക്കും. എന്നിട്ട് മറ്റുള്ളവരോട് പറയും, ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാറിനെ തേടണം. മാത്രമല്ല വസലൂ ലഹു ബിത്തസ്ബീത്, തസ്ബീത്തിനെ ചോദിക്കണം. ഫഇന്നഹുൽ ആന യുസ്അൽ, കാരണം മുൻകർ നക്കീർ ഇപ്പോൾ ആ വ്യക്തിയെ ചോദ്യം ചെയ്യുകയാണ്, അയാൾ ചോദിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് വേണം? തസ്ബീത്തിനെ ചോദിക്കണം, ഇസ്തിഗ്ഫാറിനെ തേടണം. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി തസ്ബീത്തിനെ തേടുക, അതേപോലെ തന്നെ അവർക്ക് ഇസ്തിഗ്ഫാർ, പാപമോചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുക, അതും ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഖബർ സന്ദർശന വേളയിൽ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വേണ്ടി ആ ഖബർസ്ഥാനിൽ മരമാടപ്പെട്ട് കിടക്കുന്ന, അതേപോലെ തന്നെ ഇനി അത് ഖബർസ്ഥാനാകട്ടെ അല്ലാത്ത ഒറ്റപ്പെട്ട ഖബറാകട്ടെ, ആ ഖബറിൻ്റെ അടുക്കൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ മരിച്ചവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അവർക്ക് സലാമത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു മഖബറയുടെ അടുത്തു ചെന്നു. ഒരു പക്ഷേ ബഖീൻ്റെ ഖബർസ്ഥാനായിരിക്കാം. എന്നിട്ട് പ്രവാചകൻ പറയുന്നത് എന്താണ്? അസ്സലാമു അലൈക്കും, അവർക്ക് സലാം പറഞ്ഞു. ശാന്തിയും സമാധാനവും അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് സലാം. അപ്പോൾ സലാം പറയുക ഖബറിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ, അതല്ലെങ്കിൽ ഖബർ സന്ദർശന വേളയിൽ. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകളുടെ ആ വീട്ടിൽ താമസിക്കുന്ന അഥവാ ഖബർസ്ഥാനിൽ താമസിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനം. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടവർ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അപ്പോൾ മരിച്ചവരെ ഖബർ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ളതും അവർക്ക് സലാം പറയുക എന്നുള്ളതുമെല്ലാം ഹദീസിൽ സ്ഥിരപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചെയ്ത് കാണിച്ചു തന്നതുമായ കാര്യമാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, എന്താണ് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഖബർ സിയാറത്തിൻ്റെ സന്ദർഭത്തിൽ എന്താണ് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളും മുഅ്മിനുകളുമായിട്ടുള്ള ഈ ഭവനത്തിലെ മരണപ്പെട്ടു പോയ ആളുകളെ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സലാമുണ്ടാകട്ടെ. വയർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ, നിങ്ങളിൽ നിന്ന് നേരത്തെ വന്നവർക്കും ഇനി വരാനിരിക്കുന്നവർക്കുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലലാഹിഖൂൻ, തീർച്ചയായും ഇൻഷാ അല്ലാഹ് ഞങ്ങളും ഇവിടേക്ക് വരേണ്ടവർ തന്നെയാണ്, മറമാടപ്പെടേണ്ടവർ തന്നെയാണ്, മരിക്കേണ്ടവർ തന്നെയാണ്. അപ്പോൾ ഖബറിലുള്ള ആളുകൾക്ക് വേണ്ടി സലാമത്തിനെ തേടുക, അവർക്ക് സലാം പറയുക, അവർക്ക് മർഹമത്തിനെ തേടുക, അവർക്ക് ഇസ്തിഗ്ഫാറിനെ തേടുക, ഇതൊക്കെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യമാകുന്നു എന്ന് നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ അവരുടെ അഭാവത്തിൽ മരിച്ചവർക്ക് വേണ്ടി അത് ഖബർ സന്ദർശിക്കുന്ന സന്ദർഭത്തിലാകട്ടെ അല്ലാത്ത സന്ദർഭങ്ങളിലാകട്ടെ ഏത് സന്ദർഭത്തിലും മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിളഹ്രിൽ ഗൈബി മുസ്തജാബത്തുൻ. ഗൈബിൽ അഥവാ അദൃശ്യത്തിൽ തൻ്റെ സഹോദരൻ്റെ അഭാവത്തിൽ തൻ്റെ കൂടെയില്ലാത്ത, അതൊരു പക്ഷേ ജീവിച്ചിരിക്കെ തന്നെ മറ്റൊരു സ്ഥലത്തുള്ള അവസരമായിരിക്കാം, അതല്ലെങ്കിൽ മരണപ്പെട്ടു പോയ അവസരമായിരിക്കാം. രണ്ടാണെങ്കിലും അവർക്ക് വേണ്ടിയുള്ള ദുആ മുസ്തജാബത്തുൻ, ഉത്തരം കിട്ടുന്നതാണ്. ഇന്ദ റഅസിഹി മലക്കുൻ മുവക്കലുൻ കുല്ലമാ ദഅാ ലി അഖീഹി ബിഖൈറിൻ ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ലിൻ. കാരണം ദുആ ചെയ്യുന്ന ആളുടെ തലയുടെ ഭാഗത്ത് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ടാകും. നമ്മുടെ സഹോദരന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ ആ മലക്ക് പറയും, ആമീൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകട്ടെ, നിങ്ങൾക്കും അതുപോലെ ഉണ്ടാകട്ടെ. അപ്പോൾ മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ഖബറടക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് തസ്ബീത്തിന് വേണ്ടി ചോദിക്കുക. ഖബർ സന്ദർശന വേളയിൽ അവർക്ക് സലാം പറയുക, അവർക്ക് റഹ്മത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി തേടുക, അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മരിച്ച ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമായ കാര്യമാണ്. ഇതാണ് ദുആ, തസ്ബീത്ത്, അതേപോലെ തന്നെ മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി എല്ലാമുള്ള പ്രാർത്ഥന. ഇതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഒരു മേഖലയാണ് ഖദാ ഉദ്ദൈൻ, കടം വീട്ടുക. ഇപ്പോൾ മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് കടമുണ്ടെങ്കിൽ ഉറ്റ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ മുസ്ലിമീങ്ങൾക്കോ മുസ്ലിം ഭരണാധികാരികൾക്കോ അവരുടെ നേതൃത്വം ഏറ്റെടുത്തവർക്കോ ആര് തന്നെയാകട്ടെ, ആ വ്യക്തിയുടെ കടം വീട്ടിയാൽ തീർച്ചയായും അത് വീട്ടേണ്ടതാണ്. അത് വീട്ടുമ്പോൾ മാത്രമാണ് ആ വ്യക്തിക്ക് ഖബറിൽ ആശ്വാസം ലഭിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ദാ അൻ. ഒരു മുഅ്മിനിൻ്റെ നഫ്സ് തൻ്റെ കടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, അത് വീട്ടുന്നതുവരെ. അതുകൊണ്ടാണ് കടമുള്ള ചില സ്വഹാബികൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിക്കാതെ മാറി നിന്നു. മറ്റു ചില ആളുകൾ ആ കടം വീട്ടാമെന്ന് ഏറ്റെടുത്തപ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിച്ചത്. മാത്രമല്ല, ആ കടം വീട്ടി കഴിഞ്ഞതിന് ശേഷമാണ് മയ്യത്തിൻ്റെ തൊലിക്ക് തണുപ്പുണ്ടാകുന്നത് ഖബറിൽ. അല്ലാത്ത സന്ദർഭത്തിൽ അതിൻ്റേതായ ഒരു ചൂട് നിലനിൽക്കുമെന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആര് തന്നെയാകട്ടെ, ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് വല്ല കടബാധ്യതകളുമുണ്ടെങ്കിൽ, സാമ്പത്തിക ഇടപാടുകളുമായിട്ട് ആർക്കെങ്കിലും വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കുക. ഇത് മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. അതിനോട് സമാനമായി തന്നെ നിൽക്കുന്ന മറ്റൊരു കാര്യമാണ്, അവർ വല്ല നേർച്ചകളും നേർന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് നടത്തിയ നേർച്ചയാണ്, അത് കടത്തിൻ്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നേർച്ച നേരുകയും അത് വീട്ടാതെ മരണപ്പെടുകയും ചെയ്താൽ ആ നേർച്ച ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ നിർവഹിക്കാവുന്നതാകുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, أن سعد بن عبادة رضي الله عنه استفتى رسول الله صلى الله عليه وسلم فقال إن أمي ماتت وعليها نذر فقال اقضه عنها. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു, വ അലൈഹാ നദറുൻ, എൻ്റെ ഉമ്മ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടത്? ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഖ്ദിഹി അൻഹാ, ആ നേർച്ച വീട്ടണമെന്നാണ്. അത് ഖളാഇൻ്റെ സ്ഥാനത്താണ്. കാരണം നേർച്ചയാക്കുന്നതോടുകൂടി അത് കടമായി. അത് വീട്ടാത്ത കാലത്തോളം മറ്റുള്ളവരെന്ത് ചെയ്യട്ടെ? അത് വീട്ടട്ടെ. അപ്പോഴാണ് ആ മയ്യത്തിൽ നിന്ന് ആ ബാധ്യത ഒഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് വീട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതേപോലെ തന്നെ അതിനോട് സമാനമായി നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് നോറ്റ് വീട്ടാനുള്ള നോമ്പുകൾ എന്ന് പറഞ്ഞാൽ, നോറ്റ് വീട്ടാൻ നോമ്പുണ്ടായിരുന്നു, സമയം കിട്ടിയിട്ടും നോറ്റ് വീട്ടിയില്ല, അങ്ങനെ മരണപ്പെട്ടു പോയി. എന്നാൽ ഒരാൾ റമദാനിൽ നോമ്പ് നോറ്റുകൊണ്ടിരിക്കെ റമദാൻ പകുതിയായപ്പോൾ അയാൾ മരണപ്പെട്ടു എങ്കിൽ ആ ബാക്കിയുള്ള ദിവസങ്ങളിലെ നോമ്പ് മറ്റുള്ളവർ നോൽക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരു റമദാനിൽ നോമ്പ് നോൽക്കാൻ പറ്റിയില്ല,
പിന്നീട് അവസരമുണ്ടായിട്ടും നോറ്റ് വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് കടമായി കിടക്കും. ആ നോമ്പ് ഉറ്റ ബന്ധുക്കൾ നോറ്റ് വീട്ടേണ്ടതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു. ആരെങ്കിലും മരണപ്പെട്ടു, അയാളുടെ മേൽ നോമ്പ് ബാധ്യതയായി നിലകൊള്ളുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വലിയകൾ, ഏറ്റവും അടുത്ത ആളുകൾ അത് നോറ്റ് വീട്ടേണ്ടതാണ്. അപ്പോൾ കടമായി കിടക്കുന്ന നോമ്പുകൾ നോറ്റ് വീട്ടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അത്തത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇംറഅതൻ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി മാതത് വഅലൈഹാ സൗമു ശഹ്രിൻ അഫ അഖ്ദി അൻഹാ. നബിയെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു, എൻ്റെ ഉമ്മാക്ക് ഒരു മാസത്തെ നോമ്പ് നോറ്റ് വീട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ 29-30 ദിവസത്തെ നോമ്പ് നോറ്റ് വീട്ടാനുണ്ട് എൻ്റെ ഉമ്മാക്ക്. അപ്പോൾ അത് ഖളാ വീട്ടേണ്ടതുണ്ട്, ഞാൻ അത് ഖളാ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചതിൽ ഈ വിഷയത്തിലെ തത്വം നമുക്ക് മനസ്സിലാക്കാം. എന്താണ് റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചത്? അറഅയ്തി ലൗ കാന അലാ ഉമ്മികി ദൈനുൻ അമാ കുൻതി തഖ്ദീനഹു. നിൻ്റെ ഉമ്മാക്ക് വല്ല സാമ്പത്തികമായ കടമിടപാടുകളുണ്ടെങ്കിൽ, ബാധ്യതയുണ്ടെങ്കിൽ അത് നീ കൊടുത്തു വീട്ടുകയില്ലേ? ഉമ്മ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടുകയില്ലേ? ഉണ്ട്. കാരണം എന്താണ്? അത് കടമായി നിൽക്കുന്നതാണ്. എങ്കിൽ നോറ്റ് വീട്ടാത്ത നോമ്പും നേർച്ചകളും ഒക്കെ തന്നെ എന്താണ്? അത് കടമായി നിലകൊള്ളുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു, ബല, ഞാൻ കൊടുത്തു വീട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദൈനുല്ലാഹി അസ്സ വജല്ല അഹഖു. എങ്കിൽ അള്ളാഹുവിൻ്റെ കടമാണ് വീട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടത്. ഇവിടെ നോമ്പിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ദൈനുല്ലാ, അള്ളാഹുവിൻ്റെ കടം എന്നാണ്. കാരണം അത് നോറ്റ് വീട്ടാനുള്ള നോമ്പാണ്, അത് കടമായി നിൽക്കുന്നതാണ്, അത് വീട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടത് അള്ളാഹുവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഒരു സ്ത്രീ നേർച്ച നേർന്നു. എന്താണ് നേർച്ച? ഫനദറത് അൻ തസൂമ ഷഹ്റൻ, ഒരു മാസം നോമ്പ് നോൽക്കാമെന്ന് നേർച്ച നേർന്നു. കാരണം അവർ സമുദ്രത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി കപ്പലിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിലോ മറ്റോ ഒരു മാസം നോമ്പ് നോൽക്കാമെന്ന് നേർച്ച നേർന്നിരുന്നു. പക്ഷേ ഫമാത്തത് ഖബ്ല അൻ തസൂം, നോമ്പ് നോൽക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു. കാരണം ഒരു നേർച്ചയാണ് ഒരു മാസം നോമ്പ് നോൽക്കാമെന്ന്, പക്ഷേ മരിച്ചുപോയി. ഫഅതത് ഉഖ്തുഹാ അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മരണപ്പെട്ട സ്ത്രീയുടെ സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഫദക്കറത് ദാലിക ലഹു, ആ കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ നേർച്ചയാക്കിയ നോമ്പാണ്, അത് കടമാണ്, അത് വീട്ടേണ്ടതുണ്ട്. ഫഅമറഹ അൻ തസൂമ അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റ് വീട്ടാൻ കൽപ്പിച്ചു എന്നാണ്. കാരണം അത് നേർച്ചയാണ്, കടമായി നിലകൊള്ളുന്നതാണ്, അത് നോറ്റ് വീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അപ്പോൾ നേർച്ചയാകട്ടെ നോമ്പാകട്ടെ അതെല്ലാം വീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിരിക്കുന്നു. കടം, സാമ്പത്തിക കടവും വീട്ടണം മരിച്ചവർക്ക് വേണ്ടി എന്ന് പ്രവാചകൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഖളാഉൽ ഹജ്ജ്, ഹജ്ജിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്ന ഇംറഅതൻ മിൻ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ പ്രവാചകൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാലത്ത് ഇന്ന ഉമ്മി നദറത് അൻ തഹുജ്ജ ഫലം തഹുജ്ജ ഹത്താ മാതത്. എൻ്റെ ഉമ്മ ഹജ്ജ് ചെയ്യുമെന്ന് നേർച്ചയാക്കിയിരുന്നു. അഫ അഹുജ്ജു അൻഹാ, ഉമ്മാക്ക് വേണ്ടി ഞാൻ ആ നേർച്ച വീട്ടട്ടെ. കാരണം ഉമ്മ നേർച്ചയാക്കിയതാണ്. നദറത് അൻ തഹുജ്ജ, ഹജ്ജ് ചെയ്യുമെന്ന് നേർച്ചയാക്കി, പക്ഷേ മരിച്ചുപോയി. അഫ അഹുജ്ജു അൻഹാ, ഞാൻ ആ ഹജ്ജ് ചെയ്ത് ആ നേർച്ച വീട്ടട്ടെ. ഖാല നഅം ഹുജ്ജി അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഹജ്ജ് ചെയ്യണം. എന്നിട്ട് പ്രവാചകൻ അതേ തത്വം ചോദിക്കുകയാണ്, അറഅയ്തി ലൗ കാന അലാ ഉമ്മികി ദൈനുൻ അകുൻതി ഖാദിയ, നിന്റെ ഉമ്മാക്ക് സാമ്പത്തികമായ കടമുണ്ടെങ്കിൽ നീ അത് വീട്ടൂലേ? എങ്കിൽ ഉഖ്ദുല്ലാഹ് ഫല്ലാഹു അഹഖു ബിൽ വഫാ, ഇത് അള്ളാഹുവുമായിട്ടുള്ള കടമാണ്. നേർച്ചയാക്കിയത്, ഹജ്ജ് ചെയ്യാമെന്ന് നേർച്ചയാക്കിയത് അത് കടമായി നിലകൊള്ളുന്നു, അതുകൊണ്ട് ആ കടം വീട്ടണം. അപ്പോൾ അത് സാമ്പത്തിക കടം വീട്ടുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നേർച്ചയാക്കിയ ഹജ്ജ്, ആ ഹജ്ജ് അവർക്ക് ചെയ്യാൻ പറ്റാതെ അവർ മരണപ്പെട്ടു പോയാൽ മറ്റുള്ളവർ വീട്ടേണ്ടതാണ്. അതേപോലെ തന്നെ ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നു. ബുറൈദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അവരുടെ ഉമ്മയെക്കുറിച്ചാണ് പറയുന്നത്,
ആ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു. വ ഇന്നഹ മാതത് വ അലൈഹാ സൗമു ഷഹ്രിൻ അഫയുജ്സിഉ ഔ യഖ്ദി അൻഹാ അൻ അസൂമ അൻഹാ. ആ വ്യക്തി വന്ന് ചോദിച്ചത്, അതല്ലെങ്കിൽ ആ സ്ത്രീ വന്ന് നബിയോട് ചോദിച്ചത്, എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു, 1 മാസത്തെ നോമ്പ് വീട്ടാനുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് വേണ്ടി നോമ്പ് നോറ്റാൽ അത് ഖളാ വീടുമോ? കാരണം അവർ ഖളാ ആക്കി വെച്ചിട്ടുള്ളതാണ്, അവർക്ക് ഖളാ ഉള്ള നോമ്പാണ്, അത് ഞാൻ വീട്ടിയാൽ വീടുമോ? ഖാല നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ആ സ്ത്രീ വീണ്ടും പറഞ്ഞു, വ ഇന്നഹാ ലം തഹുജ്ജ അഫയുജ്സിഉ ഔ യഖ്ദി അൻഹാ അൻ അഹുജ്ജ അൻഹാ. എൻ്റെ ഉമ്മ ഹജ്ജ് ചെയ്തിട്ടില്ല, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്താൽ അത് വീടുമോ? ഖാല നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീടും. അപ്പോൾ ഉമ്മാക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്നവർ അവർക്ക് ചെയ്യാനുള്ള ഹജ്ജ്, അവർ ഹജ്ജ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഹജ്ജിനെ അതിൻ്റെ ഫർദിയ്യത്തിനെ നിഷേധിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി മറ്റുള്ളവർ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. എന്നാൽ അതല്ലാത്ത അവസരത്തിൽ അവസരം ലഭിക്കാതെ പോയാൽ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്താൽ അത് അവരുടെ ഹജ്ജായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ? തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, സ്വീകരിക്കും. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി അവർ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാവുന്നതാണ് എന്നും, അതേപോലെ തന്നെ ഖളാ ഉള്ള നോമ്പ് നോറ്റുവിട്ടിയാൽ അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ് എന്നും ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വേറെയും ഹജ്ജുമായി ബന്ധപ്പെട്ടത് വീടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വേറെയും ഹദീസുകൾ നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഹജ്ജ് അത് വീടാവുന്നതാണ്, നോമ്പ്, നേർച്ച, കടം എല്ലാം വീടാമെന്ന് ഈ സ്വഹീഹായ ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സദഖ. സദഖ എന്ന് പറഞ്ഞാൽ ധർമ്മം ചെയ്യുക, മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അനുവാദം നൽകിയ വിഷയമാണ് സദഖ എന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അന്ന റജുലൻ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ വന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറഞ്ഞു, ഇന്ന ഉമ്മി ഉഫ്തുലിതത് നഫ്സുഹാ വ ഉറാഹാ ലൗ തകല്ലമത് തസദ്ദഖത് അഫ അതസദ്ദഖു അൻഹാ ഖാല നഅം തസദ്ദഖ അൻഹാ. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എന്താണ് പറഞ്ഞത്? എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു, മാത്രമല്ല ഞാൻ വിചാരിക്കുന്നു ലൗ തകല്ലമത് തസദ്ദഖത്, ഉമ്മ സംസാരിക്കുകയായിരുന്നെങ്കിൽ സദഖ ചെയ്യാൻ വേണ്ടി വസിയത്ത് നൽകുമായിരുന്നു. പക്ഷെ ഉമ്മാക്ക് സംസാരിക്കാൻ പറ്റിയില്ല, അതിനൊരവസരമുണ്ടായിരുന്നെങ്കിൽ ഉമ്മ സദഖ ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു എന്നെനിക്കറിയാം, എൻ്റെ ഉമ്മയെ എനിക്കറിയാം. ആ ഒരവസ്ഥയിൽ എൻ്റെ ഉമ്മാക്ക് വേണ്ടി എനിക്ക് സദഖ ചെയ്തുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, അനുവദനീയമാണ്, തസദ്ദഖ അൻഹ, അവർക്ക് വേണ്ടി നീ സദഖ ചെയ്തോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, ആ വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു, വലം തൂസി, വസിയത്തൊന്നും നൽകിയിട്ടില്ല, പക്ഷേ വ ഇന്നി അദുന്നുഹാ ലൗ തകല്ലമത് ലതസദ്ദഖത്, ഉമ്മ സംസാരിക്കുകയാണെങ്കിൽ അതിനുള്ള വസിയത്ത് നൽകുമെന്ന് എനിക്കറിയാം, ഞാൻ വിചാരിക്കുന്നു അങ്ങനെ, അതുകൊണ്ട് ഫലഹ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ വലിയ അജ്റുൻ ഫഖാല നഅം, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്യട്ടെ, എനിക്കും എൻ്റെ ഉമ്മാക്കും അതിൻ്റെ കൂലി കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, നഅം, കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതേപോലെ തന്നെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി മാതത് ഫഅതസദ്ദഖു അൻഹാ, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്യട്ടെ, എൻ്റെ ഉമ്മ മരിച്ചിരിക്കുന്നു. ഖാല നഅം, അതെ എന്ന് പറഞ്ഞു. ഖാല ഫഅയ്യു സദഖതി അഫ്ളൽ, അദ്ദേഹം വീണ്ടും ചോദിക്കാണ്, ഏറ്റവും അഫ്ളലായ സദഖ ഏതാണ് നബിയെ? ഖാല സഖിയുൽ മാ, വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കലാണ്. അത് ഏറ്റവും വലിയ സദഖയിൽ ഏറ്റവും നല്ല സദഖ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കലാണ്. ഹദീസിൻ്റെ റാവിമാർ പറയുന്നു, ഫതിൽക സിഖായത്തു ആലി സഅദിൻ ബിൽ മദീന, മദീനയിൽ സഅദ് ബിൻ അബി വഖാസിൻ്റെ കുടുംബത്തിൻ്റെ സിഖായുണ്ട്, വെള്ളം കുടിക്കാൻ കൊടുക്കാനുള്ള സംരംഭം, അതിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു എന്നവർ പറയുകയാണ്. അപ്പോൾ അത് ഉമ്മാക്ക് വേണ്ടിയുള്ള ജാരിയായോ സദഖയായി മകൻ ചെയ്തതാണ്. അപ്രകാരം മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളുടെ സദഖ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ് എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാം ബുഖാരിയുടെ റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി തൂഫിയത് വഅന ഗായിബുൻ അൻഹ, എൻ്റെ ഉമ്മ മരിക്കുമ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഉമ്മ സദഖ ചെയ്യാൻ വേണ്ടി
പറയാൻ സാധ്യതയുണ്ട്. അയൻഫഉഹാ ഷൈഉൻ ഇൻ തസദ്ദഖ്തു ബിഹി അൻഹാ, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുമോ? ഖാല നഅം, അതെ എന്ന് പറഞ്ഞു. ഖാല ഫഇന്നി ഉശ്ഹിദുക അന്ന ഹായിതി അൽ മിഖ്റാഫ സദഖത്തുൻ അലൈഹ, വളരെയധികം വിളവ് ലഭിക്കുന്ന ഒരു തോട്ടം അതെൻ്റെ ഉമ്മായുടെ പേരിൽ ഞാൻ സദഖ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സദഖ ചെയ്യുകയാണ്. അപ്പോൾ സദഖയും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചും മക്കൾ ചെയ്യുന്ന സദഖ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. കാരണം മക്കൾ എന്നുള്ളത് മാതാപിതാക്കളുടെ സമ്പാദ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യവും മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് സന്താനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം വിശ്വാസികളായ മാതാപിതാക്കൾക്ക് ലഭിക്കും. അവിശ്വാസികളാണെങ്കിൽ ലഭിക്കില്ല. വിശ്വാസികളായ ആ മാതാപിതാക്കളാണ് ആ മക്കളെ പോറ്റിയതും വളർത്തിയതും അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്തതും. അതുകൊണ്ട് തന്നെ മക്കൾ മാതാപിതാക്കളുടെ സമ്പാദ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ഒരു ഓഹരി അതവർ പ്രവർത്തിക്കുന്ന കാലത്തോളം അള്ളാഹു അത് ഓട്ടോമാറ്റിക്കായി നൽകും. അത് മക്കൾ പറയണമെന്നില്ല, മക്കളത് ഹദിയ ചെയ്യണമെന്നുമില്ല. അള്ളാഹുവേ എൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം ഉമ്മാക്ക് കൊടുക്കണമെന്ന് മക്കൾ പറയേണ്ടതില്ല. മറിച്ച് അതല്ലാതെ തന്നെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നതാണ് മക്കളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഓഹരി. ഒട്ടും കുറഞ്ഞു പോകാതെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നതാണ്. സൂറത്തു യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും, തീർച്ചയായും മരണപ്പെട്ടവരെ നാമാണ് ജീവിപ്പിക്കുന്നത്, നാം അവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അവർ മുൻകൂട്ടി പ്രവർത്തിച്ചതും അതിൻ്റെ അനന്തരഫലങ്ങളും നാം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മനുഷ്യരുടെ കർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ, അതിൻ്റെ പ്രതിഫലവും അവർക്ക് ലഭിക്കും. ആ അനന്തരഫലമാണ് മക്കളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതും തീർച്ചയായും വിശ്വാസികളായ മാതാപിതാക്കൾക്കത് ലഭിക്കുന്നതാകുന്നു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറയുകയുണ്ടായി, ആസ് ഇബ്നു വായിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ്, ആ പിതാവ് 100 ഒട്ടകത്തെ അറക്കാൻ നേർച്ച നേർന്നിരുന്നു. അതിൽ പകുതിയോളം ഒരു മകൻ അറവ് നടത്തി. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അമ്മ അബൂക്ക, നിന്റെ പിതാവ് ഫലൗകാന അഖറ ബി തൗഹീദ്, തൗഹീദ് അംഗീകരിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഫസുംത വതസദ്ദഖ്ത അൻഹു നഫഅഹു ദാലിക്, നീ നോമ്പ് നോൽക്കുകയും സദഖ ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ അതുകൊണ്ടുള്ള ഉപകാരം ഉപ്പാക്ക് കൂടി ലഭിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ സൽക്കർമ്മങ്ങളുടെ ഉപകാരം നിന്റെ മാതാപിതാക്കൾക്കും ലഭിക്കുമായിരുന്നു, അവർ വിശ്വാസികളായിരുന്നെങ്കിൽ, തൗഹീദുള്ളവരായിരുന്നെങ്കിൽ. അപ്പോൾ തൗഹീദുള്ള വിശ്വാസികളാണെങ്കിൽ മക്കളുടെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും, അത് ഇന്ന പ്രവൃത്തി എന്നില്ല, മുഴുവൻ ഇബാദാത്തുകളുടെയും ഒരു ഓഹരി ഒട്ടും കുറഞ്ഞു പോകാതെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. ശ്രദ്ധിക്കുക, 3 കാര്യങ്ങൾ ഒഴികെ ഒരാൾ മരണപ്പെട്ടാൽ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. ഏതാണ് ആ 3 കാര്യങ്ങൾ? ഒന്ന് സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ, എന്നും മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന. ഈ വ്യക്തി മരണപ്പെട്ടു, പക്ഷേ അദ്ദേഹം ചെയ്തതിൻ്റെ ഉപകാരം ജീവിച്ചിരിക്കുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എത്ര കാലം അത് നിലനിൽക്കുന്നുവോ അതിൻ്റെ ഒക്കെ ഒരു ഓഹരി ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. വഇൽമുൻ യുൻതഫഉ ബിഹി, അതേപോലെ തന്നെ ഉപകാരപ്രദമായ അറിവ്, ആ വ്യക്തി ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത അറിവ്, ആ അറിവനുസരിച്ച് ആരെല്ലാം ഏതെല്ലാം നാട്ടിൽ എത്ര കാലം എത്ര നൂറ്റാണ്ടുകൾ പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ ഒക്കെ ഒരു ഓഹരി അത് പറഞ്ഞു കൊടുത്ത ആദ്യത്തെ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ, സ്വാലിഹീങ്ങളായ മക്കളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയും മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടും. അവരുടെ ഇസ്തിഗ്ഫാർ കൊണ്ട് സ്വർഗത്തിൽ മാതാപിതാക്കളുടെ ദറജകളിൽ വർധനവുണ്ടാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമെന്നുള്ളത് അവർക്ക് വേണ്ടിയുള്ള ദുആ ആണ്. അതേപോലെ തന്നെ അവർ പഠിപ്പിച്ച നന്മകളൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഓഹരിയും അവർക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. സഹീഹായ ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന മിൻ ബഅദി മൗതിഹി, 7 കാര്യങ്ങൾ ഒരടിമ മരണപ്പെട്ടാലും ആ 7 കാര്യങ്ങളുടെ പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അയാൾ മരണപ്പെട്ടു,
പക്ഷേ അദ്ദേഹത്തിന് പ്രതിഫലം വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കും. 7 കാര്യങ്ങൾ. അത് 7 കാര്യവും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളാണ്, മരിച്ചതിന് ശേഷം ചെയ്തതല്ല. ഏതൊക്കെയാണത്? മൻ അല്ലമ ഇൽമൻ, ഒരു ഇൽമ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൽമ് ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ ഒക്കെ പ്രതിഫലം മരിച്ച ആൾക്ക് ലഭിക്കും. ഔ ഖറഅനഹറൻ, അല്ലെങ്കിൽ ഒരു പുഴ, ഒരു നദി ഒഴുക്കി, അല്ലെങ്കിൽ ഔ ഹഫറ ബിഅറൻ, ഒരു കിണർ ഒഴിച്ചു. കിണറിൻ്റെയും പുഴയുടെയും നദിയുടെയും ഒക്കെ ഉപകാരം നമുക്കറിയാം. അല്ലെങ്കിൽ ഔ ഗറസ നഖലൻ, ഒരു ഈത്തപ്പന നട്ടു. അല്ലെങ്കിൽ ഏത് മരമാണെങ്കിലും കുഴപ്പമില്ല. ഔ ബന മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കി. ഔ വറസ മുസ്ഹഫൻ, ഒരു മുസ്ഹഫ്, ഒരു ഖുർആനിൻ്റെ കോപ്പി ഓതാൻ കൊടുത്തു. അത് ഓതുന്ന കാലത്തോളം ആരൊക്കെ അത് ഉപയോഗിക്കുന്നു അതിൻ്റെ കൂലിയൊക്കെ അദ്ദേഹത്തിന് കിട്ടും. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, അതേപോലെ തന്നെ മരണശേഷം തനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്ന നല്ലൊരു മകൻ. അപ്പോൾ ഈ 7 കാര്യങ്ങളും ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. മരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഉപകാരം ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം ആ വ്യക്തിക്ക് അതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നല്ല കാര്യങ്ങളിലേക്ക് ദഅവത്ത് നടത്തുക, ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ, ആരെങ്കിലും ഒരു നല്ല ചര്യ, ഇസ്ലാമിലുള്ള ഒരു ചര്യ, അതുകൊണ്ടാണ് ഉടനെ തന്നെ പറഞ്ഞത് വമൻ സന്ന ഫിൽ ഇസ്ലാമി സയ്യിഅത്തൻ ഹസനത്തൻ, വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ, ഇസ്ലാമിൽ മോശമായൊരു സുന്നത്ത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ, അതെന്താണ് മോശമായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? അതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിലുള്ള ഒരു കാര്യം ആരെങ്കിലും പ്രാവർത്തികമാക്കി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്താൽ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ ബഅദ മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഉൻ, ആ അദ്ദേഹം പറഞ്ഞു കൊടുത്തതനുസരിച്ച് ആരൊക്കെ എത്ര കാലം അമൽ ചെയ്യുന്നുവോ അതിൻ്റെ ഒക്കെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുമെന്നാണ്. അപ്പോൾ ഇസ്ലാമിലുള്ള ഒരു കാര്യമായിരിക്കണം. എന്നാൽ സുന്നത്തുൻ സയ്യിഅത്താണെങ്കിലോ, മോശമായൊരു ചര്യയാണെങ്കിലോ, ഏറ്റവും മോശമായ ചര്യ ഏതാണ്? ശർറുൽ ഉമൂരി മുഹ്ദസാത്തുഹ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് ബിദ്അത്താണ്. അപ്പോൾ ബിദ്അത്ത് ഉണ്ടാക്കുന്നവർക്കുള്ളതല്ല ഇത്. ഇസ്ലാമിലുള്ളൊരു കാര്യം ഒരാൾ പ്രാവർത്തികമാക്കി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു എങ്കിൽ അത് ചെയ്യപ്പെടുന്ന കാലത്തോളം അതിൻ്റെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസ ഔ യസ്റഉ സർഅ, ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ചെടി നട്ടു, ഒരു വൃക്ഷം നട്ടു, അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്തു, ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമ, അതിൽ നിന്നൊരു പക്ഷിയോ മനുഷ്യനോ മൃഗമോ ഭക്ഷിക്കുകയാണെങ്കിൽ ഇല്ലാ കാന ലഹു ബിഹി സദഖ, ആ വ്യക്തിക്ക് അതിൻ്റെ ഒരു സദഖയുടെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തി ചെയ്ത നന്മകൾ, നാം നേരത്തെ വിശദീകരിച്ച ഹദീസിൻ്റെ കുറച്ചുകൂടി വിശദീകരണമാണ് ഈ പറഞ്ഞത് എന്നർത്ഥം. അപ്പോൾ ഇതാണ് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള 7 കാര്യങ്ങൾ. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ, സ്വാലിഹീങ്ങളായ മക്കളുടെ പ്രാർത്ഥന, അവരുടെ സദഖ, അവരുടെ എല്ലാ കർമ്മങ്ങളുടെയും ഒരു ഓഹരി മാതാപിതാക്കൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ കടമുണ്ടെങ്കിൽ മറ്റുള്ളവർ വീട്ടണം, നേർച്ചയുണ്ടെങ്കിൽ വീട്ടണം, നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ വീട്ടണം, ഹജ്ജ് ഖളാവും നേർച്ചയും ഉണ്ടെങ്കിൽ വീട്ടണം. അതേപോലെയുള്ള കർമ്മങ്ങൾ, കടമുണ്ടെങ്കിൽ വീട്ടണം. ഇതൊക്കെയാണ് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എന്നാൽ ഈ നേർച്ചയായിട്ടോ കടമായിട്ടോ ഖളാ ആയിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ലാതെ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെയൊക്കെ പ്രതിഫലം ഈ മാനദണ്ഡങ്ങളുമൊന്നില്ലാതെ ആര് ചെയ്താലും ആ പ്രതിഫലം മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയയായി നൽകിയാൽ അത് സ്വീകരിക്കപ്പെടുമോ? അവിടെയാണ് പണ്ഡിതന്മാർ കാര്യങ്ങൾ വിശദീകരിക്കുകയും പല പണ്ഡിതന്മാരും വളരെ വ്യക്തമായി തന്നെ പരിശുദ്ധ ഖുർആനിലെ ആയത്തിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ മരിച്ചുപോയ ആളുകൾക്ക് ആ നിലക്ക് ഹദിയ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ പല ആളുകളും ചോദിക്കുകയുണ്ടായി, മയ്യത്ത് നമസ്കാരം കിട്ടുന്നില്ലേ, അതേപോലെ തന്നെ ഹജ്ജ് ഖളാ കിട്ടുന്നില്ലേ? അവിടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ആ ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ ഒന്നെങ്കിൽ നേർച്ച, അല്ലെങ്കിൽ കടമുള്ളത്, അതല്ലെങ്കിൽ നിർബന്ധ ബാധ്യത ചെയ്യാൻ അവസരം ലഭിക്കാതെ അതിനു മുമ്പ് മരണപ്പെട്ടു പോകുന്ന അവസ്ഥ, ഇത്തരം അവസരങ്ങളിലല്ലാതെ അതല്ലാത്ത നിലക്കുള്ള സുന്നത്തായ കർമ്മങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഹജ്ജ് അത് എത്തുമെന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു. അതേപോലെ തന്നെ ഹജ്ജിൻ്റെ കൂടെ തന്നെ ഉള്ളതാണല്ലോ ഉംറ, അതും ലഭിക്കുന്നതാണ്. ഖളാ ഉള്ള നോമ്പ്, നേർച്ചകൾ, കടം വീട്ടൽ, സദഖ,
ഇതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ ഹദീസിൽ സ്ഥിരപ്പെട്ടത് ചെയ്യുക, അല്ലാത്തത് ചെയ്യാതിരിക്കുക. എന്താണ് കാരണം? പല തത്വങ്ങളുമുണ്ട്. അതിൽ ഒന്നാമത്തത്, അദൃശ്യമായ കാര്യങ്ങൾ വഹിയിലൂടെ അല്ലാതെ സ്ഥിരപ്പെടുകയില്ല. മരിച്ചുപോയ ഒരാൾക്ക് എന്തൊക്കെ ഉപകാരപ്പെടും എന്നത് നമുക്കെങ്ങനെ പറയാൻ പറ്റും? നമുക്ക് അദൃശ്യം അറിയില്ലല്ലോ. പിന്നെ ആർക്കാണ് അദൃശ്യം അറിയാവുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. അവനത് ആർക്ക് അറിയിച്ചു കൊടുക്കും? അവൻ ഉദ്ദേശിക്കുന്നത് അമ്പിയാക്കൾക്ക് അറിയിച്ചു കൊടുക്കും. ആ അറിയിച്ചു കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്പിയാക്കൾ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളെന്തോ അത് മാത്രം ചെയ്യുക, അതല്ലാത്തത് ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചെയ്യാൻ പാടില്ല. കാരണം മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി എന്ത് ഉപകാരപ്പെടും, എന്ത് ഉപകാരപ്പെടില്ല എന്ന് നമ്മൾക്കാർക്കും അറിയില്ല. അപ്പോൾ അള്ളാഹു വഹയിലൂടെ പ്രവാചകൻ അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുക, അതല്ലാത്തത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കിയ ഒരുപാട് നന്മകൾ, ഇപ്പം ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ, ഐച്ഛികമായ നന്മകൾ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ആ വ്യക്തി അതൊന്നും ചെയ്യുന്നില്ല. എന്നാൽ വേറൊരു വ്യക്തി നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നേറുന്ന ഒരാളാണ്. എന്നാൽ അയാൾ മരണപ്പെട്ടാൽ ബാക്കിയുള്ളവർക്കൊക്കെ അവരുടെ നന്മയുടെ ഓഹരി ഇദ്ദേഹത്തിന് ഹദിയയായി കൊടുക്കാൻ പറ്റുമെങ്കിൽ, സഹോദരങ്ങളെ ആലോചിച്ച് നോക്കുക, ഈ രണ്ടാളുകൾ തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത്? ഒരാൾ തൻ്റെ ജീവിതത്തിൽ കച്ചവടവും അതേപോലെയുള്ള ജീവിതത്തിൻ്റെ സുഖങ്ങളെല്ലാം ഒഴിവാക്കി ധാരാളമായി നമസ്കരിക്കുകയും സുന്നത്ത് നോമ്പുകളും മറ്റു സുന്നത്തായ ഇബാദത്തുകളൊക്കെ നിർവഹിച്ചു മുന്നേറിയ ഒരാൾ. വേറൊരാൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിർബന്ധ കാര്യങ്ങൾ മാത്രം ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളൊക്കെ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി. എന്നാൽ ആ വ്യക്തി മരണപ്പെട്ടിട്ട് ബാക്കിയുള്ള എല്ലാവരും സൽക്കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ പ്രതിഫലം അയാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ, ഈ ജീവിതത്തിൽ മരണത്തിന് മുമ്പ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച വ്യക്തിയും മരണപ്പെട്ട വ്യക്തിയും തമ്മിൽ അവിടെ ഒരു ഡിഫറൻസ് വരുന്നില്ല. അതോടുകൂടി തന്നെ എന്തായി? നന്മയിൽ മുന്നേറുക, മരണത്തിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കുക, മരണത്തിന് മുമ്പുള്ള നിങ്ങളുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന പ്രോത്സാഹനത്തിനൊക്കെ പലപ്പോഴും അർത്ഥമില്ലാതായിത്തീരും. കാരണം അയാൾ മരണപ്പെട്ടാലും ബാക്കിയുള്ള ആളുകളെ ഏൽപ്പിക്കുകയാണെന്ത്? ഇത്ര സുന്നത്ത് നിസ്കാരം നിങ്ങൾ നിർവഹിച്ചിട്ട് എനിക്ക് ഹദിയ ചെയ്താൽ മതി, ഇന്നന്ന് ഇത്രമാത്രം ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ എനിക്ക് ഹദിയ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ വളരെ സുഖകരമായൊരു ഏർപ്പാടായി മാറുകയില്ലേ? അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഇവിടെ ഹദീസിൽ വന്നതൊക്കെ ഒന്നെങ്കിൽ നേർച്ചയായി ബന്ധപ്പെട്ടതോ ഖളാഉമായി ബന്ധപ്പെട്ടതോ ആയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് റസൂലുള്ള തിരിച്ചു ചോദിച്ചത്, കടമാണെങ്കിൽ നിങ്ങൾ വീട്ടൂലേ? എങ്കിൽ അള്ളാഹുവിൻ്റെ കടവും വീട്ടാൻ ഏറെ അർഹതപ്പെട്ടതാണ്. അതാണ് അതിലെ തത്വം. അതേപോലെ തന്നെ സദഖയുമായി ബന്ധപ്പെട്ടത്, മാതാപിതാക്കൾക്ക് മക്കൾ ചെയ്യുന്ന സദഖ, കാരണം മക്കൾ എന്നത് മാതാപിതാക്കളുടെ സമ്പാദ്യമാണ്. അതുകൊണ്ടത് അവർക്ക് ലഭിക്കുന്നതാണ്, അവരുടെ മറ്റു സൽക്കർമ്മങ്ങളും ലഭിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും മരണപ്പെട്ടിട്ടുണ്ട്, പ്രവാചകൻ്റെ ഭാര്യമാർ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ എത്രമാത്രം ഖുർആൻ ഓതിയ ആളാണ്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ ഓതി ഹദിയ ചെയ്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. എത്ര സ്വഹാബികളുടെ ഉറ്റ ബന്ധുക്കൾ മരണപ്പെട്ടു, അവർ ഖുർആൻ ഓതി ഹദിയ ചെയ്തിട്ടുണ്ടോ? ഒരൊറ്റ റിവായത്തിൽ പോലും നമുക്കത് കാണാൻ സാധ്യമല്ല. അങ്ങനെയുള്ള റിവായത്തുകളൊന്നും കാണാൻ സാധ്യമല്ല. നബിയോ സ്വഹാബികളോ തബൗത്താബിയങ്ങളോ ഒന്നും തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അതിൻ്റെ പ്രതിഫലം ഹദിയ ചെയ്യലും മറ്റ് സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഹദിയ ചെയ്യലും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്തൊരു കാര്യമായതുകൊണ്ട് ഒഴിവാക്കണമെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഹദിയ ചെയ്താൽ ലഭിക്കുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരില്ലേ? ഉണ്ട്. പക്ഷേ ആ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ ഉദ്ധരിച്ചിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? വകുല്ലു ഹാദിഹിൽ മദാഹിബി ദഈഫത്തുൻ. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ദുർബലമാണ്. വദലീലുഹുൽ ഖിയാസു അല ദുആഇ വസ്സദഖതി വൽ ഹജ്ജ്. സദഖ ചെയ്യാം, ഹജ്ജ് ചെയ്യാം, ദുആ, അതിനോടൊക്കെ ഖിയാസാക്കിയിട്ടാണ് അവരുടെ ദലീൽ, വേറെ ദലീലില്ല. പക്ഷേ ഇതൊക്കെ എത്തുമെന്നുള്ളത് ഫഇന്നഹ തസ്ലു ബിൽ ഇജ്മാ. എന്നാൽ വദലീലു ശാഫിഈ വമുവാഫിഖീഹി ഖൗലുല്ലാഹി തആല വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഇതാണ് അതിലെ ബേസ്. ഏതൊരു മനുഷ്യനും താൻ അധ്വാനിച്ചതേ ഉണ്ടാകൂ എന്നുള്ള ഖുർആനിൻ്റെ ആയത്താണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അദ്ദേഹത്തോട് യോജിച്ച് അഭിപ്രായം പറഞ്ഞവരുടെയും ദലീല്. അതാണ് ശക്തമായിട്ടുള്ളത് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. അപ്പോൾ മറ്റഭിപ്രായങ്ങളില്ല എന്നല്ല, പക്ഷേ അതെല്ലാം ദുർബലമാണ്, പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരാൾ ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ ലഭിക്കുമെന്ന അഭിപ്രായം പലയിടങ്ങളിൽ പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ അതേ സന്ദർഭത്തിൽ അദ്ദേഹം സമ്മതിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, വമഅ ഹാദാ ഫലം യകുൻ മിൻ ആദാതി സലഫ് ഇദാ സല്ലൂ തതവ്വുഅൻ ഔ സാമൂ തതവ്വുഅൻ ഔ ഹജ്ജു തതവ്വുഅൻ ഔ ഖറഉൽ ഖുർആന അൻ യുഹ്ദു സവാബ ദാലിക ഇലാ മൗതൽ മുസ്ലിമീൻ.
സലഫുസ്സാലിങ്ങൾ അവരുടെ പതിവിൽപ്പെട്ടതല്ല എന്ത്? അവർ സുന്നത്തായി നമസ്കരിച്ചാൽ, സുന്നത്തായ നോമ്പ് നോറ്റാൽ, സുന്നത്തായ ഹജ്ജ് ചെയ്താൽ, ഖുർആൻ ഓതിയാൽ അതിൻ്റെ പ്രതിഫലം മരിച്ചവർക്ക് ഹദിയയായി നൽകുന്ന സ്വഭാവം സലഫുസ്സാലിങ്ങൾക്കുണ്ടായിരുന്നില്ല. മറിച്ച് അവരുടെ ആദാത്തുകൾ അദ്ദേഹം അതിനു മുമ്പ് വിശദീകരിച്ചതുപോലെ ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കലും അതേപോലെ തന്നെ സ്വന്തമായ നിലക്ക് നന്മയിൽ മുന്നേറലുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ്, ഫലാ യംബഗി ലിന്നാസി അൻ യഅദിലു അൻ ത്വരീഖി സലഫ്, സലഫുകളുടെ വഴിയിൽ നിന്ന് നമ്മൾ മാറാതിരിക്കുകയാണ് വേണ്ടത്. ഫഇന്നഹു അഫ്ദലു വ അക്മൽ, അതാണ് ഏറ്റവും അഫ്ളലായതും സമ്പൂർണ്ണമായതും. സലഫുകൾക്ക് പരിചയമില്ല അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ട് ഹദിയ ചെയ്യൽ. അവരുടെ ത്വരീഖിൽ നിന്ന് മാറാതിരിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഹ്ദാ ചെയ്യുന്ന പ്രതിഫലം ഹദിയായി നൽകുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അന്നഹു ലൈസ ബിമശ്റൂഇൻ. അതിൻ്റെ തൊട്ട് ശേഷം അദ്ദേഹം പറയാണ്, സമയം നീണ്ടുപോകുന്നത് കൊണ്ടാണ് മുഴുവൻ വായിക്കാത്തത്, അത് മശ്റൂ അല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ ചില സ്ഥലത്ത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പറയുന്നത് സലഫുസ്സാലിങ്ങൾക്ക് അങ്ങനെ ഒരു പരിചയമില്ലാത്തതുകൊണ്ട് അവരുടെ വഴിയിൽ നിന്ന് തെറ്റാതിരിക്കലാണ് അഫ്ളലായിട്ടുള്ളത്, അക്മലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അവസാന അഭിപ്രായം കറാഹത്താണ്, അങ്ങനെ ഒന്ന് ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന് ഈ ഇബാറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജാമിഉൽ മസാഇലി ലി ഇബ്നു തൈമിയ്യ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ വാക്ക് ശ്രദ്ധേയമാകുന്നത്. മറ്റു അഭിപ്രായങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാർ ഉള്ളത് കൊണ്ടാണ് അവരെല്ലാം ഈ അഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ട് വേറെ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നല്ല, പക്ഷേ അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേവലം ഖിയാസാണ്, വ്യക്തമായ ഹുജ്ജത്തല്ല. ഈ വിഷയത്തിൽ ഖിയാസ് പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇത് അദൃശ്യമായൊരു വിഷയമാണ്. അതേപോലെ തന്നെ ശരീഅത്തിൻ്റെ മറ്റൊരുപാട് വിഷയങ്ങളുമായി ഇത്തരമൊരു കാര്യം ഏറ്റുമുട്ടുന്ന അവസ്ഥയുമുണ്ട്. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഈ ആയത്തിൽ നിന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തെ പിന്തുടർന്ന അഭിപ്രായമുള്ള ആളുകളും മരണപ്പെട്ടവർക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ എത്തുകയില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധിക്കൂ. വലിഹാദ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് സുന്നത്താക്കിയിട്ടില്ല ഉമ്മത്തഹു വല ഹസ്സഹും അലൈഹി, ഒരു നിലക്കും പ്രേരിപ്പിച്ചിട്ടില്ല. വല അർഷദഹും ഇലൈഹി ബിനസ്സിൻ വല ഈമാഇൻ, നസ്സ് കൊണ്ടോ അതേ അല്ലെങ്കിൽ സൂചന കൊണ്ടോ അവർക്ക് ഒരു ഇർഷാദ് നൽകിയിട്ടില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിന സ്വഹാബ, ഒരൊറ്റ സ്വഹാബിയും അങ്ങനെ ചെയ്തതായി കാണാൻ കഴിയില്ല. വലൗകാന ഖൈറൻ ലസബഖൂന ഇലൈ, അതിലെന്തെങ്കിലും ഖൈറുണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യുമായിരുന്നു. വബാബുൽ ഖുർബാത്തി യുഖ്തസറു ഫീഹി അലൻ നുസൂസ്, ഖുർബാത്തുകൾ അഥവാ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലേ ചെയ്യാൻ പാടുള്ളൂ. വലാ യുതസറഫു ഫീഹി ബി അൻവാഇൽ അഖീസതി വൽ ആറാ, ഖിയാസും അഭിപ്രായങ്ങളും അതിൽ കൊണ്ടുവരരുത്. ഫഅമ്മ ദുആ വസദഖതു ഫദാക മുജ്മഉന അലാ വസൂലിഹിമ വമൻസൂസുൻ മിനശ്ശാരി അലൈഹിമ, എന്നാ മയ്യത്ത് നമസ്കാരം, സദഖ, ഹജ്ജ് വീട്ടൽ, നോമ്പ് വീട്ടൽ, നേർച്ച വീട്ടൽ, കടം വീട്ടൽ, ഇതൊക്കെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്, വഹയിലൂടെ സ്ഥിരപ്പെട്ടതാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ, അള്ളാഹുവിൻ്റെ റസൂൽ വഹീൻ്റെ അടിസ്ഥാനത്തിലേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഓരോ സഹാബിയും നബിയോട് അനുവാദം ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ മയ്യത്ത് നമസ്കരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം, എന്തിനാ റസൂലിനോട് ചോദിക്കുന്നത് എന്ന് വിചാരിച്ചു സഹാബികൾ ചെയ്തോ? ഇല്ല, അവർ ഓരോ വിഷയം വന്നപ്പോഴും റസൂലുള്ളാഹിനോട് അനുവാദം ചോദിച്ചു, പശ്ചാത്തലം വിശദീകരിച്ചു. അങ്ങനെ നേർച്ചയാണ്, വീട്ടാനുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ മാത്രമാണ് പ്രവാചകൻ അതിന് അനുവാദം നൽകിയത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തിയത് ചെയ്യുക, സ്ഥിരപ്പെടാത്തത് ഒഴിവാക്കുകയും ചെയ്യുക. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ഞാൻ പറയാത്ത കാര്യം ആര് ചെയ്താലും അത് തള്ളപ്പെടും. അപ്പോൾ ഈ നിലക്കൊക്കെയാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. അതുകൊണ്ട് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ മരിച്ച ആളുകൾക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പ്രമാണമാണ് ശക്തമായിട്ടുള്ളത്. അല്ലാത്തതെല്ലാം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ വഈഫാണ്, ദുർബലമായതാണ്. അതുകൊണ്ട് ചെയ്യാമെന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു, അതിലൊതുങ്ങുകയും അതല്ലാത്ത കാര്യങ്ങൾ നാം ഒഴിവാക്കുകയും ചെയ്യുകയാണ് ഖൈറായിട്ടുള്ള രീതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഏറ്റവും ശരിയായ മാർഗം കാണിച്ചു തരട്ടെ.